ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. മഴയൊക്കെ എങ്ങനെയുണ്ട്? 2 ദിവസമായിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. എന്നാ പറയണേ, ഇന്ന് ഞങ്ങൾക്ക് രാവിലെ എണീറ്റപ്പോൾ ഒരു സങ്കട വാർത്തയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് സന്തോഷം, എനിക്ക് ശരിക്കും പറയാനുണ്ടല്ലോ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ആരുടെ ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് ഓരോ മെസ്സേജുകളൊക്കെ ഇട്ട് തരുമല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് മറ്റുള്ളവരുടെ അല്ലേ, അയ്യോ അത് നമ്മുടെ അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് എല്ലാവരുടെയും അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കേട്ടോ. അതാണ് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞത്. ഇന്ന് പക്ഷേ രാവിലെ തന്നെ ഒരു ഭയങ്കര സങ്കടമുള്ള വാർത്തയായിരുന്നു. ചേട്ടായിക്ക് ഒരു കോള് വന്നു. അപ്പോൾ ചേട്ടായി വന്ന് എടുത്ത് നോക്കും. ഇപ്പം നമ്മുടെ അനൂപില്ലേ, നമുക്ക് ക്രിസ്മസ് നമുക്ക് പുൽക്കൂടൊക്കെ റെഡിയാക്കി തന്നെ, ആ മോൻ്റെ അളിയൻ ചെറുക്കൻ കൊച്ച് മരിച്ചുപോയി. അവന് നമ്മുടെ ഞാൻ കട്ടപ്പന പോകത്തില്ല, ഇഷ്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ, ചെറുപ്പക്കാരനാണ്. അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. ദൈവമേ, വണ്ടി ആക്സിഡൻ്റാണ്. എന്നെ ചെയ്യാനാ ഭയങ്കര ഒരു വിഷമം. ഇപ്പോൾ ഉഷേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, സിന്ധു എവിടെയോ അത് അനൂപിൻ്റെ അളിയനാണോന്ന്. ഞാൻ പറഞ്ഞാൽ അതേ ഉഷേച്ചിന്ന്. ഒരു ഭയങ്കര ഒരു വിഷമമുള്ള ഒരു വാർത്തയായിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, ചില ദിവസം നമുക്ക് രാവിലെ തന്നെ ഒരു ഉഷാറുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു ദിവസം മുതൽ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ ഇന്ന് എന്നെ വർഷം പറഞ്ഞാലും രാവിലത്തെ തന്നെ ഒരു ഭയങ്കര ചേട്ടാക്കി ഭയങ്കര വിഷമമായി പോയി കേട്ടോ. എന്നാ ചെയ്യാനാ, ചെറുപ്പക്കാരല്ലേ, എന്നെ ചെയ്യാൻ അവന് ദൈവനിശ്ചയമാണല്ലേ ഓരോരുത്തർ എങ്ങനെയാണ് എന്താന്നൊക്കെ ഉള്ളത്. ശരിക്കും നമ്മളൊന്നും കണ്ടിട്ട് അഹങ്കരിക്കണ്ട. എപ്പം വേണേലും ഏത് നിമിഷം വേണേലും നമുക്കൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ളതാണ് അല്ലേ. ജനനമുണ്ടോ മരണവും ഉണ്ട്. പക്ഷെ എന്തോ ഒരു വിഷമം, വേദന കേട്ടോ. അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ വേദന. അത് ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഇത്തരം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കുവേ ഭയങ്കര ഒരു വിഷമം. മര്യാദക്കാരനൊരു ചെറുക്കനായിരുന്നു കേട്ടോ. വലിയ പ്രായമൊന്നുമില്ല. എന്നെ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ പുത്തനേറ്റി ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലേ. ഞാനിങ്ങനെ എന്നാ പറയുന്നത്, പ്രതീക്ഷിച്ച കാര്യമൊന്നുമല്ല, ഓർക്കാപ്പുറത്ത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല തുണിയുമാണേ, നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്ക് വല്ല കുർത്തിയായിട്ടോ ടോപ്പായിട്ടോ എന്തെങ്കിലും ആയിട്ട് തയ്ക്കാം. വെള്ള ബോട്ടമോ അല്ലെ പച്ച ബോട്ടമോ ഒക്കെ ഇടാൻ പറ്റും കണ്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഗിഫ്റ്റ് തന്ന പേജിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോയ്ക്ക് അതോടെ കാണിക്കാം കേട്ടോ. ക്യൂമി ലക്ഷറി സ്റ്റൈലിൽ നിന്നാണ് പേജ്. പിന്നെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കാണിച്ചേക്കാൻ വേണമെങ്കിൽ. ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. വലിയ ഓവർ വിലയില്ല. ആ പേജിൽ കയറി നോക്കിയപ്പോൾ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നല്ല രീതിയിൽ ഇതാവട്ടെ, വിജയിക്കട്ടെ. നമ്മളെ കൊണ്ടാവുന്നത് നമ്മളും ചെയ്യുക അല്ലേ. ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളറാണ്, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ ജസ്റ്റ് കുമാരി ചേച്ചിയുടെ അവിടെ വരെ താഴെ വരെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം കുമാരി ചേച്ചിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ഛർദിയും വയ്യാഴികയായിരുന്നു. അപ്പം എനിക്ക് ഇത്രയും വയ്യാതെ കണ്ടപ്പോൾ കുമാരി ചേച്ചി ഓടി കയറി എന്നെല്ലാം ചെയ്തു തന്നെ. അപ്പോൾ കുമാരി ചേച്ചിക്ക് വൈകുന്നേരം ഞാനൊന്ന് പോയി നോക്കണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരുടെ അവിടെ നിന്നും കൂടെ ഇച്ചിരി ഷോർട്ട് വീഡിയോയുടെ ഇത് എടുത്തതാണ്. അങ്ങനെ. പിന്നെ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഇപ്പോൾ ഒരു ശക്കലം തോന്നുന്നു ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പം എൻ്റെ ദൈവം നല്ല രീതിയിലുള്ള കാലാവസ്ഥ ചേഞ്ച് ആവുമെന്ന് തോന്നുന്നു. 2 ദിവസം കൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഭൂമി തണുക്കാൻ തുടങ്ങി, മഴ പെയ്ത് അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരു 2 കമൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹിക്കുന്നില്ല കേട്ടോ. ഞാൻ അഗ്രിക്കിലിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ദൈവം വിചാരിക്കാതെ എൻ്റെ ഈ സന്തോഷമൊന്നും മാറത്തില്ല. ഞാൻ ആ കമൻറ്റിന് 2നും റിപ്ലൈ കൊടുത്തേ. ഈ റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ എന്തിനാ ഈ ഇത് ഡിലീറ്റ് ആക്കിയിട്ട് ഓടുന്നത്? അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരിക്കണ്ടേ? മാന്യതയുള്ളവരതല്ലേ ചെയ്യണ്ടേ? പിന്നെ എന്തിനാ ഈ ഡിലീറ്റ് ആക്കുന്നത്? ഒരു ജൂവൽ മോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ജൂവൽ മോൾ പറഞ്ഞ എന്നാണെന്നറിയോ? നിങ്ങളുടെ മനസ്സ് ജൂവൽ മോള് നിങ്ങൾ എന്നോ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് കൊള്ളത്തില്ലെന്ന്. അപ്പം ഞാൻ അതിനടിയിൽ ഒരു കമൻ്റ് ഇട്ടേ, എൻ്റെ മോളെ എന്നെ ചെയ്യണം, എൻ്റെ മനസ്സ് കൊള്ളത്തില്ല. ഒരു കാര്യം ചെയ്യുക, കൊച്ചിൻ്റെ മനസ്സ് നല്ലതായിട്ട് കൊള്ളാമല്ലോ. ജൂവൽ മോളെന്ന് ഇട്ടേക്കുന്നതുകൊണ്ട് പിള്ളേരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ എന്നൊരു കാര്യം ചെയ്യും, നിൻ്റെ മനസ്സിങ്ങി തന്നേക്കെന്ന് പോയി അതിനടിയിൽ റിപ്ലൈ കൊടുത്തു. പക്ഷേ ഇപ്പോൾ കാണാനില്ല. എന്നാ ചെയ്യാനാണ്? പക്ഷെ ഞാൻ എന്നാണേലും എടുക്കുമ്പോൾ ഞാൻ ഇനി അങ്ങനത്തെ എന്ത് കമൻറ്റ് കണ്ടല്ലോ ഞാൻ അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ടൊരു 2 മണിക്കൂർ. അത് ഞാൻ ഇപ്പോഴേ, എനിക്ക് ഈ ഷോർട്ട് വീഡിയോയുടെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഇപ്പം ചെന്നാൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അതങ്ങനെ ഒന്ന് കാണിച്ചേക്കാം. ഞാൻ കൊടുത്ത റിപ്ലൈ കൂടെ കാണിക്കാതെ വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അത് കാണുന്നില്ല കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നേ. വേറെ ഒരെണ്ണം എന്നാ ഞാൻ പറയാമേ. അതെന്നായിരുന്നു? അയ്യോ,
അതും ഡിലീറ്റാക്കി പോയോ? എടോ ഇതെന്തിനാ ഇട്ടിട്ട് ഡിലീറ്റ് ആക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാത്തേ. നീ ആരാടി? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ. നീ ആരാടി? എന്താ നിന്റെ വികാരം എന്ന്? വിചാരം എന്നാണോ വികാരം എന്നാണോ എന്നറിയത്തില്ല. ഇന്നലെ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതല്ലേ, അതിനകത്ത് തന്നെ വികാരം മട്ടനാണല്ലോ എന്നോർത്തുള്ള വികാരമാണോ, മട്ടൻ കഴിക്കുന്നതോർത്തുള്ള വികാരമാണോ, വികാരം എന്നാണോ വിചാരം എന്നാണോ എന്നറിയത്തില്ല. അവരുടെ പേരെന്നാന്ന് കേട്ടെ, അവരുടെ പേര് ഷമീമ എന്നാന്ന് തോന്നുന്നു കേട്ടോ. ഷമീമ തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നാണേലും എനിക്ക് വേറെ വലിയ പ്രത്യേകിച്ച് ഇപ്പം വികാരവും വിചാരവും ഒന്നുമില്ല. എന്തോ താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും താങ്കളുടെ അത്രയും വികാരവും വിചാരവും ഒന്നും ഇല്ല ഇപ്പം നിലവിൽ. ഇങ്ങനെ ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. നിങ്ങൾക്ക് ഇതിന് എന്നെ ചൊറിയാനായിട്ട് നിൽക്കുന്നേ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അത് എന്നാ ഇന്നലത്തെ എൻ്റെ വീഡിയോക്കകത്ത് എന്നാ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയത്? ഞാൻ അതിനകത്ത് ചെന്ന് ചോദിച്ചത് ഇതെന്താ ഇട്ടിരിക്കുന്നത്, നീ ആരാടി? അപ്പോൾ ഇത് സംസ്കാരം അറിയാം, ചിലപ്പോൾ എന്നെക്കാട്ടി മൂത്തതായിരിക്കുമേ, ഏജിനൊക്കെ മൂത്തവരാണെങ്കിൽ എന്നാടി ആരാടി എന്നൊക്കെ ചോദിക്കുമല്ലോ, എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ സംസ്കാരം, അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇതിനടി പോയി കൊടുത്ത് തന്നെ നടന്നു അറിയാം കമൻറ്റ്. നീ ആരാടി, എന്താ നിൻ്റെ വികാരം എന്നായിട്ടാ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്, വിചാരമോ വികാരമോ? എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. എനിക്ക് വികാരമായിട്ട് തനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ, എനിക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വികാരമായിട്ട് തനിക്ക് ഫീൽ ചെയ്തോ? ഞാൻ ഇന്നലത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നലെ ചെയ്തത്. അത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. അതിനകത്ത് എന്താ തെറ്റെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതും ഇപ്പം ഇല്ല. എന്തിനാണോ ഇങ്ങനെ നാണം കെട്ട് ഇടാൻ വരുന്നത്? ഇട്ടാൽ അത് ഞാൻ റിപ്ലൈ തരുന്നത് കൂടെ നോക്കിയിട്ട് അതിനുള്ള മറുപടി തരണം, അല്ലെങ്കിൽ ഇടാൻ വരരുത് അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു സുഖം. കമൻറ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് എന്തിനാ പോകുന്നത്? അതൊരു നാണം കെട്ട പരിപാടിയല്ലേ? അതൊരു നാണം കെട്ട പരിപാടി കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മനുഷ്യരല്ലേ, നമുക്ക് വികാരവും വിചാരവും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. നിങ്ങൾക്ക് വികാരമൊന്നും ഇല്ലാത്ത ആളാണോ? അതോ എന്താണോ നന്നാവാത്തത്? ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുക കേട്ടോ ചിലതൊക്കെ കാണുമ്പോഴേ. അല്ല, കുഞ്ഞാണേലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ മോൻ നിമിഷം നേരെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരിയെങ്കിലും നമുക്ക് നമ്മുടെ കടന്നുപോയ ഒരു നിമിഷവും എന്ത് ധനം കൊടുത്ത് നേടാനായിട്ടുള്ള ധനവാൻ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? ഇല്ല അല്ലേ? നമുക്ക് ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് നമുക്ക് ഒരു പുണ്യം നേടാനില്ല. ഞാൻ ആരുടെയും ഒരു ദ്രോഹത്തിനും പോകാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദൈവം എന്നും എന്നോട് ഇങ്ങനെ സന്തോഷിച്ച് സമാധാനത്തിൽ ചിരിച്ച് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നത്. ഇടയ്ക്ക് ഞാനിങ്ങനെ സന്തോഷിച്ച് സമാധാനപരമായിട്ട് ആർക്കും ഒരു ദ്രോഹം ഇല്ലാണ്ട് ജീവിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനത്തെ പ്രശ്നം? എനിക്ക് മനസ്സിലാവാൻ വന്നിട്ട് ചോദിക്കുക. എന്തായാലും എൻ്റെ വികാരം എന്ത് വികാരം എന്ന് പറയുന്നത് പല സൈസ് ഉണ്ടല്ലോ. എൻ്റെ ഒരു വികാരങ്ങൾ ഞാൻ നിയന്ത്രിച്ചോളാം, താങ്കൾ നിയന്ത്രിക്കാൻ വരണ്ട. കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ ഇടുമ്പോൾ ദൈവത്തെ ഓർത്ത് അത് മുക്കിയിട്ട് ഓടാനായിട്ട് നോക്കരുതേ. അത്രേ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇല്ലായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് 10 കമൻസ് ഒക്കെ കാണത്തുള്ളൂ, മതി. ദൈവം തരുന്നല്ലേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കൂടുതൽ ഇങ്ങനെ നമുക്ക് അത് വേണോ ഇത് വേണോ, നമ്മൾ ഭയങ്കര കൊമ്പത്തെയാ അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ നടക്കില്ല അല്ലേ? നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചേക്കുന്നത്. ഒരിതിലുള്ള ലെവലിലുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും പ്രതീക്ഷിക്കുള്ളൂ. അല്ലാതെ ഇപ്പം ഇഷ്ടം പോലെ ഫിലിം സ്റ്റാർസ് യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നുണ്ട്. അവർക്കൊക്കെ ബില്യനും 1000, 10,000 കണക്കിന് കമൻസും വ്യൂസും ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു സാധാ വീട്ടമ്മയാണ്. എനിക്കൊരു 10,000, 2,000 അല്ല 5,000 കൂടിപ്പോയ 10,000 ഒക്കെ വ്യൂസ് കിട്ടും. അന്നേരം ചിലപ്പോൾ 10, 20 കമൻസ് ഒക്കെ കിട്ടും. അങ്ങനെ അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനകത്ത് നമ്മളെ ഇങ്ങനെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് തന്നെ പറയണം, എന്തെങ്കിലും മോശമായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിരിക്കും, ഉറപ്പായിട്ടും റിപ്ലൈ കൊടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ഐഡിയ ഉൾപ്പെടെ കാണിച്ച് വീഡിയോയ്ക്കകത്തും പറയും. അറിയപ്പെടട്ടെ നിങ്ങളെ 10 പേരങ്ങ് അറിയപ്പെടട്ടെ. കാരണം നല്ലതല്ലേ?
അയ്യോ അയ്യോ, എന്തിനാണോ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ സന്തോഷിക്കുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരുടെയും സന്തോഷവും ഐശ്വര്യവും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ എൻ്റെ കണ്ണിൽ കാണാനും പറ്റുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കില്ല അപ്പുറത്തുകാർ നശിക്കണേ ഇപ്പുറത്തുകാർ നശിക്കണേ. അങ്ങനെ നശിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നശിച്ച് കിടക്കത്തുള്ളൂ. അത് ദൈവനിശ്ചയമാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൊറിയുമ്പോഴുമായിട്ട് ഇങ്ങനെ വന്നിട്ട് ചൊറിഞ്ഞാലൊന്നും ഞാൻ ഇതാവത്തില്ല. അപ്പോൾ ഇന്നലെ ഇനി നമ്മുടെ ചേട്ടായി വന്ന് ബിരിയാണി കഴിച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഭയങ്കര സന്തോഷമായി പോയി. ഞാൻ പറയില്ലേ, ഞാൻ ആട്ടിറച്ചി കഴിക്കത്തില്ല. എനിക്ക് എന്തോ ആട്ടിറച്ചിയും മുയലിറച്ചിയും ഒന്നും ഞാൻ ഇതുവരെ എനിക്കങ്ങനെ മനസ്സിൽ ഇഷ്ടമല്ല. പക്ഷെ ഇന്നലെ വന്ന് ഞാനിനി എന്നെ ചെയ്തു, ഞാൻ 6:30-7 മണിയാകുമ്പോഴത്തേനും ഞാൻ ഫുഡ് കഴിക്കുമല്ലോ വൈകിട്ടത്തെ. അപ്പം ഞാൻ ചേട്ടായി വരുന്നതിന് മുമ്പേ കഴിച്ചിട്ടിരിക്കുമല്ലേ, എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കഴിച്ചോ എടുക്കാൻ വന്ന് നിൻ്റെ നിനക്ക് എടുത്തോണ്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി ഞാൻ കഴിച്ചു 6:30-7 വിളച്ചിട്ട് കയ്യിരിക്കട്ടെ എടുത്തോണ്ട് വടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുക്കാത്തതിന് എന്നോട് ഇച്ചിരി വേർപ്പിച്ച് ഇച്ചിരി ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ കസാര ഇട്ടുകൊണ്ട് ഞാൻ അടുത്ത് പോയിരുന്നു. അപ്പോൾ എനിക്ക് ലേശം വാരി തന്നിട്ടുണ്ട്. അത് ഇറച്ചി ഇല്ലാണ്ട് ഇച്ചിരി റൈസ് മാത്രം എടുത്ത് തന്നു. നമുക്ക് മനസ്സിൽ പിടിക്കാതെ നമ്മൾ കഴിച്ച് ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്നെ അങ്ങനെ ഇങ്ങനെയാ മോടയാ കോടയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്നാ ഓർത്തെന്നറിയോ, വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടും ഇത് തന്നെ കഴിക്കടി എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ താഴെ പിള്ളേർക്ക് കോരിക്കൊടുത്തു കേട്ടോ. അതൊക്കെ കോരിക്കൊടുത്തു വിട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു. നല്ല സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ചേട്ടായിയൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അത് ആ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ആഡ് ചെയ്തേക്കാം. എന്നാണോ സാറ് വന്നിട്ടുണ്ടേ. സാറ് വന്നിട്ട് എന്നോടൊക്കെ പൊതി കഴിക്കുന്നുണ്ട്. എൻ്റെ ഓ ദൈവമേ, എനിക്കൊരു സംഭവം മേടിച്ച് തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ചേട്ടായി എനിക്ക് ഓർഡർ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ എന്തോ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മരുന്നാണ് ഇതൊക്കെ. എന്നത്തിൻ്റെ അത് ശരി കണ്ടോ. അതേന്നെ പാവം, ഇത്രയും വയ്യാഴി ഉണ്ടായെങ്കിലും ഒറ്റ ദിവസം പണിയാൻ പോകാതെ ഈ കണ്ട പണി മുഴുവൻ ഇവിടെയും വന്ന് കണ്ട് ചെയ്യും, കടയിലും പോയി ചെയ്യും. എന്നാ നമുക്ക് ജീവിക്കണം. ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാ പറഞ്ഞാലും ഞാൻ പറഞ്ഞു എൻ്റെ ഐഫോണിൻ്റെ കവർ പൊട്ടിപ്പോന്നേ, എന്നിട്ട് സൈഡ് പൊട്ടിപ്പോട്ടെ, രണ്ടിൻ്റെയും കവർ പൊട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടിനും ഓരോ കവർ മേടിച്ച് തരണം കേട്ടോ ചേട്ടായി. അപ്പോൾ ചേട്ടായി എനിക്ക് കവർ മേടിച്ച് തന്നിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ കവറൊന്ന് നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടേലേ നമ്മുടെ ഫോണിന് ചേരുവോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ടേ, എന്നാലല്ലേ പറ്റത്തുള്ളൂ. കവറൊന്നും കീറാതെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം മൈജി പോയി മേടിക്കാമെന്ന് പറഞ്ഞതാണ് ചേട്ടായിടെ. എന്നാലും ചേട്ടാ എന്ന് തോന്നുന്നു വേണ്ട, ഞാൻ മേടിച്ച് തരാടി എന്ന് പറഞ്ഞു. ഭയങ്കര റൊട്ടീനായിപ്പോല്ലോ. കവർ പൊട്ടിച്ചാലേ എന്തെങ്കിലും ഇതായാലോ നോക്കാം. അയ്യോ ഓക്കെ ഓക്കെ. ഇനിയും ഉണ്ടോ ചെല്ലോട്ടേക്ക്? ഞാൻ കത്രി എടുക്കാൻ പോകാതെ ഇത് ഒട്ടിക്കാന്ന് വിചാരിച്ചപ്പോൾ ശരി സമ്മതി. ഐഫോണിൻ്റെ കവറാണ് കേട്ടോ. നോക്കട്ടെ. ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ പുറത്ത് ആപ്പിളിൻ്റെ പടം ഉണ്ടെന്ന് ഓർത്തായിരുന്നു കേട്ടോ. പക്ഷെ ആപ്പിളിൻ്റെ പടമില്ല. മറ്റേ പിന്നെ സാധാ കവർ തന്നെയാണ് കേട്ടോ. അത് ആപ്പിളിൻ്റെ പടമില്ല. ഇനി ചേരുമൊന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കട്ടെ. വേറെ പുതിയ എന്നായിരുന്നു കേട്ടോ, അവലോസുണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുവാവയല്ലേ. ചേട്ടായിക്ക് എന്തെങ്കിലും ഇങ്ങനെ മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ സമാധാനം ഇല്ലെന്നുള്ളതാണ് കേട്ടോ. അയ്യോ മതി, എന്നാണേലും അവലോസുണ്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതായിരുന്നു നമുക്ക് ഇതിന് ഐഫോൺ മേടിച്ചപ്പോൾ കിട്ടിയ കവർ കേട്ടോ. ഇപ്പം ഞാൻ എന്നിട്ട് ഇപ്പം തന്ന കവർ ഇട്ടു, കുഴപ്പമില്ല, ഓക്കെയാണ് കേട്ടോ, സെറ്റാണ്, അടിപൊളി. ഇല്ല ഇന്നെന്നാ ഒരു ചിരി പോലെ. മട്ടൻ ബിരിയാണി കണ്ടതിന് സന്തോഷമാണോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കഴിഞ്ഞ ദിവസം ചേട്ടായുടെ ഫ്രണ്ട് കൊണ്ട് തന്ന മാതിരിയാണോ ടേസ്റ്റ്? എന്തായാലും മട്ടൻ ബിരിയാണി ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടായി എന്നെ തീറ്റിച്ച് അടങ്ങുന്നുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. എടുത്തോണ്ട് വാടി പ്ലേറ്റിനകത്ത്, എടുത്തോണ്ട് വാടി പ്ലേറ്റിനകത്തെന്നും പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അതായത് തോറാന ഒഴുകുന്ന പറയാം. പക്ഷെ ഇന്ന് മഴയായിരുന്നു, ആനയൊന്നും വന്നില്ല. പക്ഷെ പണ്ടത്തെ മഴയത്ത് അങ്ങനെയായിരുന്നു അല്ലേ? ആന വന്നില്ലേലും വല്ല പശുവും കിശുവും ഒക്കെ ഒഴുകി വരുമായിരുന്നു പണ്ടൊക്കെ.
വെല്ലുമ്മച്ചിയൊക്കെ പറയാനും ദൈവമേ ഭയങ്കര തോറാനെയാ മഴയാ മുറ്റത്തോട്ട് ഇറങ്ങല്ലേ. ആ അങ്ങനെ എന്തായാലും തോറാനയൊക്കെ ആയിട്ട് അതെ. പിന്നെ രാവിലെ ഓരോരുത്തരുടെ എന്നാ പറയുന്നത് നല്ല വിഷസൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഇന്നൊരു മോളുടെ ആയിരുന്നു ബർത്ത്ഡേയുടെയും കാര്യത്തിൻ്റെയൊക്കെ കാണിച്ചത്. അപ്പോൾ നല്ല നല്ല മെസ്സേജുകൾ കിട്ടുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മട്ടൻ മേടിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല പിന്നെ താഴോട്ടൊക്കെയാ മൂവി അത്രേ ഉള്ളൂ. ഇതാറേ എൻ്റെ വെല്ലിച്ചാച്ചൻ്റെ ഡയലോഗാണല്ലോ എന്താ പോന്നോ. ഒരു പാട്ട് കൂടെ പാടും വെല്ലിച്ചാച്ചൻ്റെ. ഏതാണെന്നറിയോ? പാമ്പുകൾക്ക് വാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട്. എന്റെ വെല്ലിച്ചാച്ചനെ കുറ്റം പറയട്ടോ കേട്ടോ. സുരേഷ് ചേട്ടായി ശ്രദ്ധയിൽപ്പെടുക. വെല്ലിച്ചാച്ചനെ വെല്ലുവിച്ച പറയാൻ സുരേഷ് ചേട്ടായി പിടിക്കും. ചേട്ടായിക്ക് അറിയാമല്ലോ വെല്ലിച്ചാച്ചനെ. അയ്യോ സോറി ഉണ്ടോ അയ്യോ വെല്ലിച്ചാച്ചനുണ്ട് നമ്മുടെ കല്യാണ ഫോട്ടോയ്ക്കകത്ത്. ചേട്ടായി മുടി വെട്ടിക്കാനും മരുന്നിനും ഒക്കെ പൈസയും കൊടുക്കുമായിരുന്നു. ശരിയാട്ടോ, സത്യം. അതൊക്കെ വെല്ലിച്ചാച്ചന്റെ പാട്ട്. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ. എന്താ വെല്ലിച്ചാച്ചന്റെ പാട്ടാ കേട്ടോ. എന്റെ ഒന്നേ മതി ഇതെങ്കിലും എന്നെ പാടുമായിരുന്നു. അപ്പൊ സൂപ്പർ അടിപൊളി. ഞാനുണ്ടല്ലോ അപ്പമൊക്കെ കഴിച്ചാണേ. ചേട്ടായി ഇവിടെ വന്ന് ഇരിക്കണീന്ന് പറഞ്ഞിട്ട് വന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആട്ടിറച്ചി അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. നല്ലത് പറ്റിയിട്ടില്ല ആൾക്കാർക്ക്. നല്ലതേ നായ്ക്ക് പറഞ്ഞിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ടോ? മതി. ഈശ്വരോ രക്ഷവും. ആട്ടിറച്ചി ഇഷ്ടമില്ലെന്ന് ചേട്ടയുടെ കൈ കൂടെ കെടുത്തില്ല. കുഴപ്പമില്ല. പക്ഷെ ഞാനേ ആട്ടിറച്ചി കർക്കിടക മാസമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പോഷകാഹാരമൊക്കെ കഴിക്കണം. വല്ല ആട്ടിറച്ചി വല്ല പന്നിയോ കൂടിയൊന്നുമില്ല വേണ്ടേ. അതിന് ഞാൻ ആട് ബിരിയാണി കഴിച്ചു. മട്ടൻ ബിരിയാണി മേടിച്ചോണ്ട് വന്നപ്പോഴേ വിളിച്ച് പറഞ്ഞു വിട്ടപ്പോഴേ പറഞ്ഞു ഇന്ന് സിന്ധു നിന്നെ ഞാൻ കഴിപ്പിച്ചിട്ടേ കിടക്കത്തുള്ളൂ. നല്ല പിന്നെ ഇനി അടുത്ത ഗുസ്തിക്ക് വേണ്ടല്ലോ. ഒരപ്പം കഴിച്ചു, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല, നല്ല സാധനം ഇത്. പപ്പടം വേണ്ട അച്ചാറുണ്ട്. ചേട്ടയ്ക്ക് ഞാൻ പിന്നെ കൊടുക്കാൻ എന്നാ കഴിഞ്ഞ ദിവസമൊക്കെ പല്ലിൻ്റെ ചെറിയ പ്രശ്നത്തിന് ഉപ്പുവെള്ളമൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നേ. അപ്പോൾ BP ഒക്കെ ചാടി പിടിക്കും മരുന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞാലും. അവിടെ അച്ചാർ കൊടുക്കാൻ അച്ചാറുണ്ട്. വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, കാന്താരിയുണ്ട്. അപ്പം കണ്ടില്ലേ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ. ചുമ്മാ ഞാൻ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടായി വന്നത് ചുമ്മാ ഒരു പാട്ടൊക്കെ പാടിയത്. അത് വലിയ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അല്ലാതെ അതുകൊണ്ട് എടുത്തന്നെ. മിഷൻ ഞാൻ എങ്ങനെയെങ്ങാണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഒപ്പിച്ചു. അയ്യോ മതി. ഇന്നലെ നല്ല സന്തോഷമായിരുന്നു ചേട്ടായിക്ക്, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ചേട്ടായിക്ക് ഇഷ്ടമുള്ളതാണ്. പിന്നെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ദേഷ്യപ്പെട്ടു. അന്നേരം പിന്നെ ഞാൻ പോയി ഇരുന്ന് ഒരു ശകലം കഴിച്ചു. അങ്ങനെ എന്തായാലും നല്ല ദിവസമായിരുന്നു, സന്തോഷ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അതിനിടയ്ക്കേ ശബ്ദം കേട്ട് ഞാനവിടെ നമ്മുടെ മുറ്റത്ത് പിള്ളേർ കയറി വന്നാണോ അതുകൊണ്ട് പോയി നോക്കാൻ പോയതാ കേട്ടോ. എന്നാന്നറിയോ, താഴെ എല്ലാവർക്കും പനി വയ്യാഴികയൊക്കെ ആയിരുന്നു. ഇപ്പം അവിടുത്തെയൊക്കെ ഒന്ന് കുറഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്, ചന്ദ്രു എന്നൊക്കെ പറഞ്ഞ് 2 ചെറുക്കൻ പിള്ളേരുടെ നമ്മുടെ എപ്പോഴും ഇവിടെ വരുന്ന താഴത്തേറെ സ്വന്തക്കാരാണ്. വീണുവിന് പനി പിടിച്ചിട്ട് ആശുപത്രി കിടക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ താഴെയുണ്ട്. അതുങ്ങൾ താഴെ കിടന്ന് നമ്മുടെ ഇവിടെ കിടന്ന് മുറ്റത്തിൻ്റെ തൊട്ട് താഴെ കിടന്ന് വേഗം ഒച്ച വെക്കുന്നതിൻ്റെ ഞാൻ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ മുറ്റത്തോട്ട് കയറി വരുവാണ്. അത് നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യോ ഇപ്പോൾ ഈ മഴ കാരണം ഉണ്ടല്ലോ എല്ലായിടത്തും പനിയും കാര്യങ്ങളും, പല സൈസ് പനിയും കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നന്നായിട്ട് തിളച്ച വെള്ളം തിളപ്പിച്ച് ചെറിയ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടിൽ കുടിക്കുക. പിന്നെ തൊണ്ടയ്ക്കും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നന്നായിട്ട് ഉപ്പിട്ട വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക, ആവി വലിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. എല്ലായിടത്തും പനിയും കാര്യങ്ങളും, അതും പ്രത്യേകം ഒരു സൈസ് പനിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എലിപ്പനിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഇതാകുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവമേ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ചെരുപ്പിടാണ്ട് കഴിവതും മുറ്റത്തൂടെയൊക്കെ ഈ മഴയത്തൊക്കെ നടക്കാതിരിക്കുക.
കുഞ്ഞുങ്ങളെയാണെങ്കിൽ പോലും നടത്താതിരിക്കുക. കാരണം നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പെട്ടെന്ന് ഈ അണുക്കളൊക്കെ കയറിയല്ലേ ഉള്ളിലോട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചെരുപ്പിടാണ്ട് കുഞ്ഞുങ്ങളെ പോലും മുറ്റത്തൂടെയൊക്കെ നടത്താണ്ടിരിക്കുക. ഓരോ അസുഖങ്ങൾ കേൾക്കുമ്പോൾ പേടിയാകുന്നു കേട്ടോ. നമ്മുടെ എന്നാ പറയുന്നത് തയ്യലിൻ്റെ ഉഷേച്ചിക്ക് ഈ 1-2 മാസമായിട്ട് 2, 3, 4 പ്രാവശ്യം പനി വന്നു. അതേപോണൊക്കെ ആളാണെങ്കിൽ അത്രയും നല്ല എനർജി ആയിട്ട് ഓടിപ്പാഞ്ഞ് എല്ലായിടത്തും കൂടെ നടക്കുന്നത്. പക്ഷേ പനി പിടിച്ചിട്ട് അവശതയായി പോകണം. ഇപ്പോൾ ചുമയും പനി പിടിച്ച് ഇനിയിപ്പോൾ ഭയങ്കര ചുമയായി. അത് ഇനിയിപ്പം ദേഹമേനയും കാര്യങ്ങളും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വരുത്തി വെക്കാൻ എളുപ്പമാണ്, നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കുക. അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങി ആശാ വർക്കറും കൂടെ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഹോസ്പിറ്റലൊക്കെ പോയി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയോ ചേച്ചിക്ക് പനി കിട്ടിയിട്ട് ചേച്ചി കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് 2 ദിവസം പനിച്ചെങ്കിലും ഞാൻ ആവിയൊക്കെ വലിച്ച് തൊണ്ടയ്ക്ക് കാറുകളൊക്കെ ചെയ്ത് മാറിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഇനി തണുപ്പാകുമ്പോഴത്തേനും സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ മഴക്കാലത്തെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് മുമ്പോട്ട് വരണ്ടേ അല്ലേ? അപ്പോൾ എന്നാ പറയുന്നത്, പ്രകൃതിയും സമയാസമയങ്ങളിൽ വരേണ്ട മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അത് കറക്റ്റായിട്ട് വന്നെങ്കിലേ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനെല്ലാം പറ്റത്തുള്ളൂ. വെള്ളം വേണ്ടേ, മഴ പെയ്തില്ലേ വെള്ളം കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനോടും നമ്മൾ യോജിച്ച് അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോവുക. അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോയാൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോടോടെ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.